നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ, നിങ്ങൾ മൂളി നടക്കുന്ന പാട്ടുകൾ, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചിന്തകളെയും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിന്നിൽ നിന്ന് നിശബ്ദമായി നിയന്ത്രിക്കുകയാണെങ്കിലോ? 2026 മുതൽ 2050 വരെ വരാനിരിക്കുന്ന കാൽനൂറ്റാണ്ടിൽ AI മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും? നമ്മൾ യന്ത്രങ്ങളെ ഭരിക്കുമോ, അതോ യന്ത്രങ്ങൾ നമ്മളെ അടിമകളാക്കുമോ? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സത്യത്തിൽ AI എന്ന് പറയുന്നത് ഭാവിയിൽ എന്നോ വരാൻ പോകുന്ന ഒരു അത്ഭുതമല്ല. നമ്മൾ പോലും അറിയാതെ അത് ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതം കീഴടക്കി കഴിഞ്ഞു. നമ്മൾ ദിവസവും കാണുന്ന യൂട്യൂബ് റെക്കമെൻഡേഷൻസ്, വഴി കാണിച്ചു തരുന്ന ഗൂഗിൾ മാപ്പ്, ഫോൺ തുറക്കുന്ന ഫേസ് അൺലോക്ക്, മണിക്കൂറോളം നമ്മളെ പിടിച്ചിരുത്തുന്ന ഇൻസ്റ്റഗ്രാം റീൽസ്, ഇവിടെയൊക്കെ പിന്നിലെ യഥാർത്ഥ തലച്ചോറ് AI ആണ്. നമ്മുടെ അടുത്ത ഇഷ്ടം എന്തായിരിക്കും, നമ്മൾ അടുത്തത് ഏത് വീഡിയോ കാണും, ഇതൊക്കെ നമ്മളെക്കാൾ മുമ്പേ AI പ്രവചിച്ചു കഴിഞ്ഞു. നമ്മളൊരു ഡിജിറ്റൽ ലോകത്തിന്റെ വലയ്ക്കുള്ളിലാണ്. അതിനെ നിയന്ത്രിക്കുന്നതാകട്ടെ AI. വെറും 2 വർഷം കൂടിക്കഴിഞ്ഞാൽ, അതായത് 2028 ആകുമ്പോഴേക്കും നമ്മൾ കണ്ടു ശീലിച്ച ലോകത്തെ പല ജോലികളും ഇല്ലാതാകാൻ തുടങ്ങും. ഡ്രൈവർമാർ, കസ്റ്റമർ കെയർ വർക്കേഴ്സ്, വീഡിയോ എഡിറ്റർമാർ, ഗ്രാഫിക് ഡിസൈനർമാർ, ഇവരിൽ പലരുടെയും കസേരകളിലേക്ക് നമ്മൾ പോലും അറിയാതെ AI കയറിയിരിക്കും. മനുഷ്യനേക്കാൾ വേഗതയിലും കൃത്യതയോടെ കൂടി AI ജോലികൾ ചെയ്തു. ഇതെല്ലാം മനുഷ്യരാശിയുടെ അന്ത്യമാണോ? ഒരിക്കലുമല്ല. ഒരു വാതിൽ അടയ്ക്കുമ്പോൾ മറ്റൊന്ന് തുറക്കപ്പെടും. പഴയ ജോലികൾ ഇല്ലാതാകുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് വരെ ചിന്തിക്കാത്ത അതിശയകരമായ പുതിയ ജോലികൾ AI സൃഷ്ടിക്കാൻ പോവുകയാണ്. സ്വയം കോഡ് ചെയ്യുന്ന AI കോഡിംഗ് ടൂൾസ്, രോഗങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുന്ന AI ഹോസ്പിറ്റൽസ്, സ്ക്രിപ്റ്റ് മുതൽ വിഷ്വൽസ് വരെ മിനിറ്റുകൾക്കുള്ളിൽ ചെയ്യുന്ന AI ഫിലിം മേക്കിംഗ്, മനുഷ്യരില്ലാതെ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫാക്ടറീസ്. അങ്ങനെ നാളെ നമ്മളെ നയിക്കാൻ പോകുന്നത് ഈ വിപ്ലവങ്ങളാണ്. ഇന്ന് ഈ നിമിഷത്തിൽ നമ്മുടെ മുഖത്ത് ചെറിയൊരു ചലനം നോക്കി നമ്മുടെ ഉള്ളിലെ വികാരം തിരിച്ചറിയാൻ AIക്ക് കഴിയും. നമ്മുടെ ശബ്ദത്തിലെ ചെറിയൊരു വിറയൽ കേട്ട് നമ്മൾ സങ്കടത്തിലാണോ എന്ന് പോലും അത് കൃത്യമായി മനസ്സിലാക്കും. എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ്. വരും വർഷങ്ങളിൽ ഇത് എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാമോ? 2040 എത്തുമ്പോഴേക്കും മനുഷ്യന്റെ തലച്ചോറിലെ ചിന്തകളുടെ പാറ്റേൺ പോലും നേരിട്ട് വായിച്ചെടുക്കുവാൻ AIക്ക് സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ പുറത്തു പറയുന്നതിന് മുമ്പ് യന്ത്രങ്ങൾ അറിയും എന്ന്. ചിലപ്പോൾ നമ്മളെ ഏറ്റവും അടുത്തറിയുന്ന നമ്മുടെ കൂട്ടുകാരെക്കാളും നമ്മുടെ സ്വന്തം കുടുംബത്തെക്കാളും നന്നായി ഈ ലോകത്ത് നമ്മളെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഒരു AIക്ക് സാധിക്കും. ഇനി നമുക്ക് 2050 നോക്കാം. അവിടുത്തെ നഗരങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ല. സിഗ്നലുകളില്ലാത്ത ട്രാഫിക്, തനിയെ നിയന്ത്രിക്കപ്പെടുന്ന വൈദ്യുതി ഉൽപാദനം, ഡോക്ടർമാരില്ലാത്ത സൂപ്പർ ഹോസ്പിറ്റലുകൾ, കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ തടയുന്ന സെക്യൂരിറ്റി സിസ്റ്റം. അങ്ങനെ നഗരത്തിന്റെ ശ്വാസം പോലും AI നിയന്ത്രിക്കുന്ന ഒരു ഹൈടെക് ലോകം. കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നുന്നുണ്ട് അല്ലേ? പക്ഷേ ഈ തിളക്കമുള്ള ലോകത്തിന് പിന്നിൽ ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ നമുക്ക് തിരുത്താം. എന്നാൽ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു AIക്ക് എപ്പോഴെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ അന്ന് ആരെ തിരുത്തും? മനുഷ്യരാശിയുടെ ഭാവി എന്താകും? ഓർക്കുക, AI എന്ന് പറയുന്നത് മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സഹായിയാകാം. പക്ഷേ അതേ നാണയത്തിന്റെ മറുപുറം പോലെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെയുള്ള ഏറ്റവും വലിയ ഭീഷണിയാകാനും ഇതിന് കഴിയും. നമ്മൾ ഭാവിയെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ടതില്ല. കാരണം ആ അപകടങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഡീപ്പ് ഫേക്ക് വീഡിയോകൾ, നിമിഷങ്ങൾക്കകം പടരുന്ന ഫേക്ക് ന്യൂസ്, രാജ്യങ്ങളെ പോലും നിശ്ചലമാക്കുന്ന AI സൈബർ ആക്രമണങ്ങൾ, ഇതെല്ലാം ഇന്ന് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യങ്ങളാണ്. എങ്കിൽ ചിന്തിച്ചു നോക്കൂ, ഒരു ദിവസം മനുഷ്യന്റെ ബുദ്ധിയെ മറികടന്ന് AI നമ്മളെക്കാൾ ഇന്റലിജന്റ് ആയാൽ അന്ന് അതിനെ ചങ്ങലക്കിടാൻ മനുഷ്യന് കഴിയുമോ? അതോ സൃഷ്ടാവിനേക്കാൾ വലിയവനായി യന്ത്രം മാറുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഭാവിയിൽ നമ്മളെ കാത്തിരിപ്പുണ്ട്.